പ്രൈസലോ പ്രൈസലോ വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നതൊക്കെ വീഡിയോ ഓൺ ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ജിനീഷേട്ടൻ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലിന് ഭയങ്കര വയ്യാഴികയായിട്ടിരിക്കുകയാണ്. ചെറുതായിട്ട് നീരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ അല്പസമയം ഈ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വെച്ചേട്ടെ പ്ലീസ്. ഓക്കെ, ഓൺ ചെയ്ത് വെച്ചേ എല്ലാവരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ആ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ സംഭവിക്കട്ടെ, നടക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവർക്കും അല്പസമയം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. ആ, അല്പസമയം നമുക്ക് ശക്തമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ഹാലലൂയ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്താട്ടെ. റബഷ്പനാറകസ്മിനിയാന്തോറോ റോഷ്പനാറകസ്പെറ്റേലിയാന്താറാറബസ്പേറ്റേലിയസ്മിനിയാന്ത. ഹാലലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അല്പസമയം നമ്മൾ ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കാൻ ആണ്. ദൈവാത്മാവിന്റെ യോഗങ്ങളും ദൈവാത്മാവിന്റെ ഭയങ്കര കരുതലുകളും രാത്രി അറിയേണ്ടതിന്, പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയ സഹോദരങ്ങൾ അറിയേണ്ടതിന് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് അല്പസമയം ഒന്ന് ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. ആ ആ, നാളെ മുതൽ ജോലിക്കായിട്ട് എനിക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കാലിന്റെ പ്രശ്നമുണ്ടായി കഴിഞ്ഞ ലാസ്റ്റ് 1 month ആയിട്ട് പ്രിയ ചേട്ടൻ നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ഇടയായിട്ടില്ല. അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ അല്പസമയം ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭയങ്കര ദൈവപ്രവർത്തികൾ അദ്ദേഹത്തിന്റെ ലൈഫിനകത്ത് വെളിപ്പെടുവാനിടയായിത്തീരും. എല്ലാവരും ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കുക. അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാ കുഞ്ഞുങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. റോമാസ്മേനി ദിഗസ്പെറ്റോ ഊഷ്മനാറിയാം റോസ്മേനി ജാനാസ്പെരേരിയാന്ത. കർത്താവേ, വലിയ പ്രവർത്തികൾ ഇന്ന് രാത്രി വെളിപ്പെടണം. പരിശുദ്ധാത്മാവെ ശക്തമായി ഒരു 2-3 മിനിറ്റ് ശക്തമായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും സഭ ഒരുമിച്ച് എല്ലാ ഹൃദയോട് കൂടെ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷകൾ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. നീ സംസാരിക്കുന്ന ലാംഗ്വേജ്, സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഭയങ്കര ശക്തമായ ഭാഷയാണ്. അത് നിയോഗങ്ങളെ വിളിച്ചു വരുത്തുന്നതാണ്, സൗഖ്യത്തെ വിളിച്ചു വരുത്തുന്ന ഭാഷയാണ്. ദൈവമനുഷ്യന്റെ മേൽ കർത്താവെ, പ്രിയ കർത്താവെ ജിനീഷന്റെ മേൽ ഭയങ്കര രാത്രി ദൈവസഭ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ശരീരത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഇപ്പോൾ തന്നെ സൗഖ്യത്തിന്റെ കരം വെളിപ്പെട്ട് വരട്ടെ, വെളിപ്പെട്ട് വരട്ടെ, വെളിപ്പെട്ട് വരട്ടെ, വെളിപ്പെട്ട് വരട്ടെ. കരം വെളിപ്പെടട്ടെ, സൗഖ്യത്തിന്റെ കരം വെളിപ്പെട്ട് വരട്ടെ. ആത്മാവിൽ ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന്റെ കരം ഇപ്പോൾ വെളിപ്പെടട്ടെ, ഇപ്പോൾ വെളിപ്പെടട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചു, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കാലിന് നീര് വരുന്നുണ്ട്. ഇന്നലെയും പറഞ്ഞാലൊക്കെ അദ്ദേഹം നീരിന് പെയിനായിട്ടൊക്കെ ഒത്തിരി ഭാരപ്പെട്ടു. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് അവരെ സൗഖ്യമാക്കേണ്ടതിന് കർത്താവ് നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് പറഞ്ഞാൽ അഭിഷേകമാണ്. നമ്മുടെ വാക്കുകൾക്ക് ക്രിയേറ്റീവ് പവർ ഉള്ളതാണ്. നമ്മുടെ വാക്കുകൾ ഭയങ്കര ഭയങ്കര നമ്മുടെ വാക്കുകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വാക്കുകളാണ്. അങ്ങനെയെങ്കിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഭയങ്കര ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഞങ്ങൾ സമയം ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അഭിഷക്തന്റെ മേൽ ഭയങ്കര സൗഖ്യത്തിന്റെ ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തന്റെ മകനെ സൗഖ്യപ്പെടുത്തിയതിനായി സ്തോത്രം. ആ നീര് വലിയുന്നതിനായി സ്തോത്രം. നീര് കംപ്ലീറ്റ് ആയിട്ട് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ.
മാറി ആമേൻ. മാറിപ്പോകട്ടെ. ഒരുമിച്ച് നാമത്തിൽ ആമേൻ പറഞ്ഞാട്ടെ. മാറിപ്പോകട്ടെ. ആമേൻ. കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകട്ടെ. മാറിപ്പോകട്ടെ. കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ആമേൻ. അങ്ങനെ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന കർത്താവ് കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ മകന്റെ വിഷയത്തിന്റെ മേലെ ദൈവത്തിന് വലിയ പ്രവർത്തികൾ ദിവസം വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവ്. അതുപോലെ തന്നെ കർത്താവ് ഞങ്ങളുടെ ഡിവോൺ മോനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവന്റെ മേൽ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങൾ അവന്റെ MRI കഴിഞ്ഞു. ദൈവം അവന്റെ മേൽ ഒരു ഭയങ്കര സൗഖ്യം ദൈവം നൽകി കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിഷയത്തിന്റെ മേൽ ഇനി ദൈവമേ ഒരിക്കൽ പോലും രണ്ടാമത് ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവർത്തികൾ നീ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു കർത്താവ്. ഈ പ്രവർത്തികൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്ന ഞങ്ങൾ ആ അടയാളങ്ങൾ സംഭവിക്കുമെന്ന് വചനം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സംഭവിക്കട്ടെ. ആമേൻ. രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളുടെ നടുവിലുണ്ടെങ്കിൽ അവരെല്ലാം സൗഖ്യത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് സ്തോത്രം. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. എല്ലാവരും സന്തോഷം ക്ഷേമമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇമ്മാനുവൽ ഉണ്ട്. ഇമ്മാനുവലാണ് നമ്മുടെ മീഡിയയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അദ്ദേഹം ഇന്ന് രാത്രി നമ്മുടെ മീറ്റിങ്ങിന് ഉണ്ട്. കൃപയില്ലേ അക്സ? കൃപ അച്ഛച്ച ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നേ ഉള്ളൂ, വന്ന് കയറിയതേ ഉള്ളൂ. ഓക്കെ, ജോയിൻ ചെയ്യാൻ പറയണം കേട്ടോ. ഓക്കെ, പിന്നെ പ്രൈസ് ലോർഡ്. വീഡിയോ ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വെക്കണമേ. ലവ് മീ വീട്ടിലാണോ അതോ പുറത്താണോ? വെളിയിലാ. ഞാന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റത്തില്ല. ഞാന് കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, പ്രൈസ് ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. ബാക്കിയുള്ള എല്ലാവരും ഉണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേക്കണം. കാരണം കുറച്ചും കൂടെ ഒരു സന്തോഷമായിരിക്കും വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ. കാരണം എനിക്ക് നിങ്ങളുടെയൊക്കെ ഒന്ന് മുഖം കണ്ട് സംസാരിക്കാൻ പറ്റും. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ല ഓർമ്മയുണ്ടോ? പഠിക്കുന്നവരാരും ഇല്ലയോ ഇതിനകത്ത്? പഠിക്കുന്നവരാരും ഉണ്ടോ? ഗലേഷ്യൻസിലാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗലേഷ്യൻസ് ആണ്. ഗലേഷ്യൻസ് ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതുവരെ എടുത്തത്? പറ, ആരെങ്കിലൊക്കെ ഒന്ന് പറ. ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാതെ ഒന്ന് പറ, പെട്ടെന്നാവട്ടെ, സമയമില്ല. അക്സ തുടങ്ങിയോ? പൗലോസിന്റെ ഒന്നാമത്തെ മിഷനറി യാത്രയെ കുറിച്ച്. അതാണ് പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറിയാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ് എടുത്തത്. അല്ല, ഒന്നാമത്തെ ക്ലാസ്സിലല്ല. വാട്ട് ഈസ് ഫസ്റ്റ്? ആദ്യത്തെ ക്ലാസ് എന്തായിരുന്നു? നീക്ക് ഒരു മിനിറ്റ് ഞാൻ പറയാം. ഷിബിച്ച്, നമ്മുടെ ദിയ മോള് പറഞ്ഞാട്ട് എന്താ നമ്മളെ ഒന്നാമത്തെ ക്ലാസ് എന്തായിരുന്നു നമ്മളെടുത്തത്? ദിയ, പെട്ടെന്നാട്ട്, പെട്ടെന്ന് പറ, പെട്ടെന്ന്. ടൈമില്ല. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പഠിച്ചായിരുന്നു ഗലേഷ്യൻസിനെ പറ്റി. അത് 13 എപ്പിസ്റ്റൽസ് പോള് റോട്ട് ചെയ്തു. ഓക്കെ പിന്നെ ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഡിവിഷൻസ് പഠിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ചെയ്തായിരുന്നു അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നീയ പറഞ്ഞാട്ട് നമ്മള് രണ്ടാമത് എന്തായിരുന്നു പഠിച്ചത്? ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത എന്തായിരുന്നു നമ്മൾ ചെയ്തത്? രണ്ടാമതാണെങ്കിൽ പോൾസ് ടീച്ചിങ്, പ്രോബ്ലംസ് ഓഫ് ടീച്ചിങ്. പോൾസ് ടീച്ചിങ്ങിനെ കുറിച്ചായിരുന്നു. പോൾസ് ടീച്ചിങ്ങിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. ഞാൻ അതിനൊന്ന് സിംപിളൈസ് ചെയ്ത് ഇങ്ങനെ തരാം. ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒന്ന് പോളാണ്. അതിന്റെ ഓത്തർ ആരാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ക്ലാസ്. ഓത്തർ, ഹു ഇസ് ദൻ ഓത്തർ? ആരാണ് അതിന്റെ ഓത്തർ? രണ്ടാമത് ആർക്കെഴുതി? ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഈ സാധനം മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് യൂസ് ഇല്ല. ഓക്കെ, ആർക്കെഴുതി? മൂന്ന്, ഇതിന്റെ റെസിപ്പിയന്റ് അല്ലെങ്കിൽ ആരെഴുതി, ആർക്കെഴുതി. മനസ്സിലായോ? അടുത്തത് ഇതിന്റെ ഓരോ വിഷയ വിഭജനങ്ങളായിരുന്നു. എന്തൊക്കെ വിഷയങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷനകത്ത് പഠിച്ചത്.
ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. അടുത്ത ആഴ്ച ചോദിക്കുമ്പം ഇങ്ങനെ ഇതുപോലെ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ സാധനത്തെ ഇങ്ങനെ ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. രണ്ടാമത്തെ കാര്യം, രണ്ടാമത് നമ്മൾ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഗലാത്യ പട്ടണം എന്തായിരുന്നു എന്നുള്ളതാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ലാസ്റ്റിന്റെ തൊട്ട് മുമ്പലത്തെ ക്ലാസ് ഞാൻ എടുത്തത് ഈ ഗലാത്യ പട്ടണം എങ്ങനെയായിരുന്നു, അത് പട്ടണം എങ്ങനെയാണ് പട്ടണം ഉണ്ടായി വന്നത്, ആ പട്ടണം ആരായിരുന്നു ഭരിച്ചിരുന്നത്, ആ പട്ടണം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അപ്പം ഗലാത്യ പട്ടണത്തിനകത്ത് പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? യഹൂദന്മാർ, ഏ യഹൂദർ, യഹൂദന്മാർ. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് യഹൂദന്മാർ. രണ്ടാമത്തെ ജെന്റൈൽസ്, ജാതികൾ. മൂന്നാമത്തത് ഗ്രീക്ക്. ഗ്രീക്ക്. 3 തരത്തിലുള്ള അല്ലെങ്കിൽ 3 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു ഗലാത്യ പട്ടണത്തിനകത്ത് താമസിച്ചിരുന്നത്. ആ പട്ടണം എങ്ങനെ പേര് വന്നു, ആ പട്ടണം എന്താണ്, ആ പട്ടണം എങ്ങനെയായിരുന്നു, ആ പട്ടണം ആരുടെ കാലഘട്ടത്താണ് ഉണ്ടായത് എന്നൊക്കെ എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഈ സമ്മിശ്ര ജാതി അവിടെ വന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്ക് പഠിച്ചത്. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗലാത്യ ചർച്ചിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു? ഗലേഷ്യൻ ചർച്ച്. ഗലേഷ്യൻ ചർച്ച് എന്താണ്? ഗലേഷ്യൻ ചർച്ചിനകത്തേക്കുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നാൽ, അതിങ്ങനെയാണ്. പൗലോസ് ഒരു 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 ലെറ്റർ അങ്ങ് എഴുതിക്കോളാം എന്ന് ചിന്തിച്ചല്ല പൗലോസ് എന്ത് ചെയ്തത്, ഒരു ലെറ്റർ അവർക്ക് എഴുതി കൊടുക്കുകയല്ലായിരുന്നു. എന്നാൽ അതിന് വ്യക്തമായ, അല്ലെങ്കിൽ ആ ലെറ്റർ എഴുതുന്നതിന് ഒരു പ്രത്യേക കാരണം തന്നെ എന്തോ ഉണ്ടായിരുന്നു, പൗലോസിന് ഉണ്ടായിരുന്നു. ആ കാരണങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? ഈ സമ്മിശ്ര തലത്തിലുള്ള ജാതികൾ, അല്ലെങ്കിൽ സമ്മിശ്ര നിലയിലുള്ള ആൾക്കാർ ഒരുമിച്ച് പാർക്കുന്ന ഒരു സ്ഥലമാണ് ഗലാത്യ പട്ടണം. ആ പട്ടണത്തിനകത്ത് പൗലോസ് സുവിശേഷം പ്രസംഗിച്ച് രക്ഷിക്കപ്പെട്ട് അങ്ങനെ ചർച്ചിനകത്ത് കയറി വന്ന ആൾക്കാരുമാണ് ആര്? ഗലാത്യ ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പം ഗലാത്യ സഭയ്ക്കകത്തുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ 3 തരത്തിലുള്ള ആൾക്കാരാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, 3 തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ യഹൂദന്മാരിൽ നിന്ന് കുറച്ച് പേര് വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പൊ അതുപോലെ തന്നെ അതാണ് നമ്മൾ അന്ന് പഠിച്ചത്. അന്ന് പഠിച്ച 3-4 സ്ഥലങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗലാത്യ ചർച്ചിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ? ഞാനിത് വെറുതെ വെള്ളം കൊള്ളുമെന്നാ തോന്നുന്നു. പിസിദിയ. സെക്കൻഡ് ഇക്കോനിയ. വെരി ഗുഡ് ഷൂജ, അടിപൊളി, സൂപ്പർ. ഇക്കോനിയ. 3 ലുസ്ത്ര. ലുസ്ത്ര. 4 ദർബ. 4 സ്ഥലങ്ങൾ, 4 ചെറിയ സ്ഥലങ്ങൾ കൂടുന്നതാണ് ഇത് ഗലാത്യ. അപ്പൊ ഒന്ന് എന്തായിരുന്നു? പിസിദ്യ. പിസിദിയ ആരുടെ സ്ഥലമായിരുന്നു? പിസിദിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങി പറന്നുന്ന ആൾക്കാർ ആരായിരുന്നു? ജൂതൻ. യഹൂദന്മാരായിരുന്നു. സെക്കൻഡ് ഇക്കോനിയയിൽ ആരായിരുന്നു? ജാതികളല്ല, ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിന്റെ പേര് ഞാൻ പറഞ്ഞു. ഗ്രീക്കുകാർ. അപ്പൊ ആദ്യം പിസിദ്യയിൽ യഹൂദ വംശത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ഇക്കോനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിരുന്ന ആൾക്കാരായിരുന്നു? അവര് ഗ്രീക്കുകാരായിരുന്നു. മൂന്നാമത്തെ ലുസ്ത്രയിൽ ആരായിരുന്നു? റോമൻസ് ആയിരുന്നു. മനസ്സിലായ? അപ്പൊ ഈ 3 തരത്തിലുള്ള, അപ്പൊ ദർബ എന്ന് പറയുന്ന സ്ഥലം, ഇത് 3ഉം കൂടെ ചേർന്നുള്ള ഒരു സംവിധാനം. ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം, ഇപ്പൊ ലണ്ടൻ എടുത്താൽ, ലണ്ടൻ എന്ന പട്ടണത്തിനകത്ത് പലതരത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലുള്ള ആൾക്കാരുണ്ട്, പാകിസ്ഥാനികളായ ആൾക്കാരുണ്ട്, ഇന്ത്യക്കാരായ ആൾക്കാരുണ്ട്, ഇംഗ്ലീഷുകാരായ ആൾക്കാരുണ്ട്, ഫ്രഞ്ചുകാരായ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ പല നിലയിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാർ എല്ലാവരും കൂടെ വന്ന് ഒരു പട്ടണത്തിൽ ഒരുമിച്ച് കൂടി ജീവിച്ച് പോകുന്ന ആ രീതിക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ ആ പറയുന്ന പേരാണ് എന്ത്, ഒരു മൾട്ടി കൾച്ചർ ആയിട്ടുള്ള ആൾക്കാർ ആണ് അവിടെ തങ്ങുന്നതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഗലാത്യ ചർച്ചിനകത്തുള്ള വിശ്വാസികൾ ആരാണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? മനസ്സിലായോ? ഗലാത്യ സഭ, അതിനകത്തുള്ള ആൾക്കാർ ആരാണ്, അവർ ഏത് രീതിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരാണ്, അവരുടെ കൾച്ചർ എന്താണ്, അവരെവിടെ നിന്നാണ് വരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തോ വേണം, ഒരു ഐഡിയ വേണം. എന്നാൽ മാത്രമേ ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാവത്തുള്ളൂ. അതിനകത്ത് യഹൂദന്മാരുടെ കുറിച്ച് പറയുന്നുണ്ട്, യഹൂദ പരിച്ഛേദനയെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റൊരു സുവിശേഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും വായിക്കുമ്പോഴും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആകാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതിനെക്കുറിച്ച് കൂടുതൽ എന്ത് ചെയ്യണം? കൂടുതൽ അറിയണം. അതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗം ചെയ്തത്. ഇന്ന് നമ്മള് ഇപ്പൊ ഇത് ഇത്രയാണ്. അപ്പൊ ഒന്നാമത്തെ ടോപ്പിക്കിന്റെ പേരെന്താ? ഫസ്റ്റ് ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ. സെക്കൻഡ്
ഗലാത്യ സഭ. പട്ടണം. ഓക്കെ, ഗലേഷ്യൻസ് പട്ടണം. മൂന്നാമത്തത് ഗലാത്യ ചർച്ച്. മനസ്സിലായോ? നിങ്ങളൊരു പുസ്തകം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത്തത് അതിന്റെ ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തത് വിഷയാവതരണം, മൂന്നാമത്തത് ചാപ്റ്റേഴ്സിന്റെ പേര്. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഓർഡർ കൊണ്ടുവരണം. ഓക്കെ, എന്നാൽ ഇത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയി, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഊഹിക്കാൻ ഞാൻ ഇന്ന് എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നതെന്ന്? ആർക്കെങ്കിലും ഇമാജിൻ ചെയ്യാൻ പറ്റും ഇന്ന് ഞാൻ എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഈ എഴുത്തുകാരനെ കുറിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണോ ഈ പോളിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി? ഹു ഇസ് പോൾ? ആരാണ് പൗലോസ്? ആരാണ് പൗലോസ്? ഏഹ് ജെഫിസ്റ്റർ, ആരാ പൗലോസ്? പണ്ട് പണ്ട് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ പൗലോസിനെ കുറിച്ച് പഠിച്ചു വെച്ചേക്കുന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. കിടയൊറ്റ ചിന്തകൻ, തികവുറ്റ താർക്കികൻ, മികവുറ്റ എഴുത്തുകാരൻ, ആയുധ ആരോഗ്യ സുഖ ഭോഗ മാനാഭിമാനങ്ങൾ ഇത്യാദി പരിത്യജിച്ച ത്യാഗവര്യൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പണ്ട് ഒത്തിരി ഫ്രേസ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പൗലോസ് ആരാണ് എന്നൊരു ചോദ്യത്തിന് ആ, ഭയങ്കര രസകരമായ ഒരു മറുപടി. ഞാൻ ഈ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ഗലേഷ്യൻസ് ചാപ്റ്റർ എടുക്കുന്നതോടൊപ്പം തന്നെ ഈ പൗലോസിനെ കുറിച്ചും കുറച്ചൊന്ന് പഠിക്കണം. അപ്പോൾ ഞാൻ അന്നേരം ചോദിക്കും, പൗലോസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിക്കുമ്പോഴത്തേന് ഇതുപോലെ കണ്ണും തുറന്നിരിക്കരുത്, കുറച്ചും കൂടെ എന്നോട് എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. പ്രൈസ് ലോർഡ്. ഓക്കെ, ജെഫീസ്, ഞങ്ങൾ പകുതിയോളം ആയതേ ഉള്ളൂ, കുഴപ്പമില്ല. ഓടി കയറിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൗലോസ് എന്ന വ്യക്തിയെ കുറിച്ചാണ്. പൗലോസ് ആരാണ്? പൗലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് ആരാണ്? പൗലോസിന്റെ കൾച്ചർ എന്താണ്? പൗലോസ് ഇത് എഴുതാനുള്ള കാരണം എന്താണ്? പൗലോസിന് ഈ വെളിപ്പാടൊക്കെ എവിടെ നിന്ന് കിട്ടിയത്? അപ്പം നമുക്ക് പൗലോസിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനും പഠിക്കാനും ഉണ്ട്. പക്ഷേ പൗലോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് കൂട്ടം കാര്യങ്ങളുണ്ട്. ഒന്ന്, പൗലോസിന്റെ വിളി, അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ട്, പൗലോസിന്റെ മിഷനറി ജേർണീസ് അല്ലെങ്കിൽ മിഷൻ ട്രിപ്പുകൾ അല്ലെങ്കിൽ മിഷൻ യാത്രകൾ, ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. മൂന്ന്, പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കണം? പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് അല്ലെങ്കിൽ ഈ ഗലാത്യ ലേഖനം പഠിപ്പിക്കുമ്പോൾ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോളിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ്. എന്താണ് പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട്? ഞാൻ ചോദിക്കുന്ന ചോദ്യം പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട് സത്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും മറുപടി തന്നെ പറഞ്ഞേ പെട്ടെന്നാട്ട്. ശൗല് പഴയ പേര് ശൗലൻ. ആ, ഒന്ന് നമുക്കൊരു ഉത്തരം വന്നു. പഴയ പേര് ശൗൽ അല്ലേ? വെരി ഗുഡ്. ആ ആ പഴയ പേര് ശൗല്. വേറെ പറ, പെട്ടെന്ന് പറ. പറഞ്ഞോ. പൗലോസിന്റെ പഴയ പേര് ശൗൽ. അടുത്ത വേറെ ഒന്നും ഓർമ്മയില്ലേ? അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്തോട്ടെ. വീഡിയോ അല്ല, മറ്റേ പവർ പോയിന്റ് ഒന്ന് ഓൺ ചെയ്തോട്ടെ. ഇത് ഒരു മിനിറ്റ്, ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. ഓക്കെ 1 മിനിറ്റ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെന്ന് മറുപടി പറഞ്ഞേ. കാണാം. ഓക്കെ, അപ്പൊ ബൈബിൾ സ്റ്റഡിയിലെ ഫസ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ പോവാണ്. പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പൗലോസ് എന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ ഈ പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രധാനമായിട്ടും 3 രീതി നമുക്കിതിനെ ചിത്രീകരിക്കാം, 3 രീതി നമുക്കിതിനെ ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പൗലോസിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പറയുന്ന ഒരു പേരാണ് ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്. എന്താണ് ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്? 2, ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട്, യഹൂദ പശ്ചാത്തലം. ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്, ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട്. 3, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രൈസ്തവ പശ്ചാത്തലം.
ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മളൊരു എഴുത്തുകാരനെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ആരാണ്, അദ്ദേഹം എന്താണ്, അദ്ദേഹം എഴുതാനുള്ള കാരണം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ, ഐഡിയ ഉണ്ടെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ലേഖനങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒന്ന് ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്, രണ്ട് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട്, മൂന്ന് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട്. മൂന്ന് ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ പ്രധാനമായിട്ടും പോളിനെ കുറിച്ച് പഠിക്കുന്നത്. എന്താണ് ഈ ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്? ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെലനിസ്റ്റിക് പീരീഡ് എന്ന് പറഞ്ഞാൽ, ഈ ഹെലനിസ്റ്റിക് എന്ന വാക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ്. എന്തിൽ നിന്നാണ്? ഗ്രീക്കിൽ നിന്നാണ് ഹെലനിസ്റ്റിക് എന്ന അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ ഈ പിക്ചർ കാണിച്ചു തരുന്നത്. അതൊന്ന് ഒന്ന് നോക്കിയാണ്. ഗ്രീക്ക് ലാംഗ്വേജ്, ഗ്രീക്ക് കൾച്ചർ, അതുപോലെ തന്നെ ഗ്രീക്ക് കൾച്ചർ, ഗ്രീക്ക് ലാംഗ്വേജ്, ഒറ്റ മിനിറ്റ്, ഗ്രീക്ക് കൾച്ചർ, ഗ്രീക്ക് ലാംഗ്വേജ്, അതുപോലെ തന്നെ ഗ്രീക്കിന്റെ ഐഡിയാസ്, ഈ പ്രത്യേകിച്ച് ഈ പലയിടങ്ങളിലേക്കും ഇതിലുള്ള കൾച്ചർ അല്ലെങ്കിൽ ഗ്രീക്ക് കൾച്ചർ അഡാപ്റ്റ് ചെയ്യപ്പെടാനിടയായി. അപ്പൊ ഈ ഗ്രീക്ക് കൾച്ചർ അഡാപ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിന് നമ്മൾ പൊതുവെ പറയുന്ന, അല്ലെങ്കിൽ പറയുന്ന ഒരു പേരാണ് എന്ത്, ഈ ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്തത് മനസ്സിലാക്കാൻ പോകുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏഷ്യ മൈനറിലുള്ള അല്ലെങ്കിൽ സിറിയ, ഈജിപ്റ്റ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഗ്രീക്ക് പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പദപ്രയോഗമാണ് പ്രധാനമായിട്ടും ഈ ഹെലനിസ്റ്റിക് എന്നുള്ള ആ, പദം പറയുന്നത്. ഓക്കെ, പൗലോസിന്റെ കാലത്ത് ഈ ഈ ഗ്രീക്ക് സംസ്കാരമായിരുന്നു ഏറ്റവും വളരെ ശക്തമായി നിന്നിരുന്ന ഒരു സംസ്കാരം. ഏറ്റവും നല്ല ശക്തമായ സംസ്കാരം എന്ന് പറയുന്നത് പൗലോസിന്റെ കാലത്ത് ഗ്രീക്കായിരുന്നു. അപ്പൊ ഗ്രീക്ക് ഒന്ന് അത് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് ഈ ഗ്രീക്ക് ലാംഗ്വേജ് ഒരു വിഷയമായിരുന്നു. അപ്പൊ ഗ്രീക്ക് ലാംഗ്വേജ് ആണ് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. അതിന് നമ്മൾ പറഞ്ഞൊരു പേരാണ് കൊയിനാനിയോ ഗ്രീക്ക്, അല്ലെങ്കിൽ ഈ സംസാര ഭാഷ എന്നൊക്കെ പറയുന്നത് പോലെ. അതുപോലെ തന്നെ ഈ ഗ്രീക്ക് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവും ജീവിതമൊക്കെ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സമയം. മൂന്ന് റോമൻ ഭരണാധികാരികൾ ആ, വളരെ വളരെയധികം ശക്തമായി അവരെ സ്വാധീനിക്കും. എന്ന് വെച്ചാൽ റോമൻ എംപയർ വരുന്ന ഒരു സമയം, ഗ്രീക്ക് അവസാനിച്ച് റോമൻ എംപയറിലേക്ക് കയറുന്ന ഒരു സമയം. ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ അല്ലെങ്കിൽ പൗലോസിന്റെ ആ ആ ഒരു വളർച്ചയുമായി ബന്ധപ്പെട്ട് വളരെയധികം ശക്തമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് പോലെ ഈ പശ്ചാത്തലങ്ങൾ. അപ്പം എന്താണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹെലനിസ്റ്റിക് എന്ന വാക്ക് തന്നെ, അല്ലെങ്കിൽ ആ വാക്ക് തന്നെ ഗ്രീക്കിൽ നിന്നുണ്ടായ ഒരു പദമാണ്. ഹെലനിസ്റ്റിക് എന്ന വാക്ക് തന്നെ ഗ്രീക്കിൽ നിന്നുണ്ടായ ഒരു വാക്കാണ്. ഒന്നും കൂടെ നമുക്ക് അതിനെ മറ്റൊരു പേരിൽ പറയാം, ഈ ഡയസ്പോറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയസ്പോറ ജൂ. ഇപ്പൊ ഈ ഡയസ്പോറ ജൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഞാനൊന്നുകൂടെ മനസ്സിലാക്കി തരാം. ഓക്കെ, ഡയസ്പോറ ജൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ഓർക്കേണ്ട എങ്ങനെയാണ്, നമ്മളിപ്പം ഒരു സ്ഥലത്ത് ജനിച്ച് ഒരു സ്ഥലത്ത് വളർന്ന് ഒരു കൾച്ചർ, ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നമ്മുടെ ജുവാനെ എടുക്കാം. ജുവാനെ സംബന്ധിച്ചിടത്തോളം അവൻ ബൈ ബർത്ത് അപ്പന്റെയും അമ്മയുടെയും, അല്ലെങ്കിൽ മലയാളികളായ അപ്പന്റെ അമ്മയുടെയും മകനാണ് ഈ പറഞ്ഞതുപോലെ ജുവാൻ എന്ന് പറയുന്ന ആള്. പക്ഷേ അവൻ വളർന്നത് ഗൾഫിന്റെ അല്ലെങ്കിൽ അറബിക് റിലേറ്റഡ് ആയ വേറൊരു കൾച്ചറിനകത്താണ് വളരുന്നത്. ഒന്നുകൂടെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ എടുത്ത് പഠിച്ചു നോക്കിയാൽ, മനസ്സിലാക്കി നോക്കിയാൽ, അവരൊക്കെ വളരുന്നതും അവരൊക്കെ പഠിക്കുന്നതും ഒക്കെ വേറൊരു കൾച്ചറിലാണ്. അപ്പം ജനനം കൊണ്ടും ഒരു കൾച്ചറിൽ നിന്ന് വളർന്നു വരുന്നത് മറ്റൊരു കൾച്ചറിൽ. അങ്ങനെ ഉള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയസ്പോറ എന്ന് പറഞ്ഞാൽ. ഡയസ്പോറ അല്ലെങ്കിൽ ജൂവിഷ് എന്ന് പറയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ജൂതനായിട്ട് ജനിച്ചു, പക്ഷെ ജീവിക്കുന്നത് എവിടാണ്? മറ്റൊരു കൾച്ചറിലാണ് ജീവിക്കുന്നത്. നമ്മുടെ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ, പൗലോസ് അങ്ങനെ ജീവിച്ച ഒരാളാണ്. അദ്ദേഹം ജനനം കൊണ്ട് മാത്രമാണ് യഹൂദൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ ജനനം കൊണ്ട് മാത്രമാണ് അദ്ദേഹം യഹൂദൻ. ബാക്കി അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ജീവിച്ചു തീർത്തത് ഗ്രീക്ക് കണക്ഷനുമായിട്ടാണ്, അല്ലെങ്കിൽ ഗ്രീക്കുമായിട്ടുള്ള
ഒരു ഭയങ്കര ഒരു ബന്ധത്തിനകത്താണ് പൗലോസ് ജീവിച്ചത്. അപ്പം പൗലോസിന്റെ ആ, ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ പറഞ്ഞ നെയിം, അല്ലെങ്കിൽ പൗലോസിന്റെ സൗൽ എന്നാണ്, പക്ഷെ ഗ്രീക്ക് നെയിമിലാണ് പോൾ എന്ന് വരുന്നത്. ഇപ്പം ആക്സ് 13:9 ഒന്ന് വായിച്ചു നോക്കി ആരെങ്കിലും ഒന്ന് വായിച്ചേ പെട്ടെന്ന്. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ ആ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ അപ്പം ഉറ്റുനോക്കി. അവിടെ നിങ്ങൾ മനസ്സിലാക്കിയ ഗ്രീക്ക് പേരാണ് പോൾ എന്ന് പറയുന്നത്. ഈ ഈ ഹീബ്രു നെയിമാണ് ശൗൽ എന്നുള്ളത്, അല്ലെങ്കിൽ ശൗൽ എന്നുള്ള പേര് ഹീബ്രു നെയിമാണ്. പക്ഷെ അദ്ദേഹം ഈ ഗ്രീക്ക് റോമൻ കൾച്ചറിൽ വളരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എന്ത് ചെയ്തു, പോൾ എന്ന് ആക്കാനിടയായി തീർന്നു. പിന്നെ തർസോസ്, ഈ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് തർസോസ് ആണ്. അതൊരു മേജർ ഹെലനിസ്റ്റിക് സിറ്റി ആയ ഒരു സ്ഥലത്തുള്ളതാണ്. 22 അപ്പോസ്തല പ്രവൃത്തി 22:3 പെട്ടെന്നൊന്ന് വായിച്ചേ. ഞാൻ കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ആ ഈ നഗരത്തിൽ വളർന്നു ഗമാലിയേലിന്റെ ഇതാണ് കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദന്. യഹൂദനും. അപ്പം ഈ തർസോസ് എന്ന് പറഞ്ഞ സ്ഥലവും എവിടെയുള്ളതാണ്? ഒരു ഗ്രീക്ക് കണക്ഷനിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഗ്രീക്ക് സ്ഥലമാണ് തർസോസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ യഹൂദനാണ്, പക്ഷെ ജനിച്ചത് എവിടാണ്? ഗ്രീക്കിലാണ്. ഇനി പൗലോസ് കൂടുതലും ഈ ലാംഗ്വേജിന്റെ കാര്യത്തിനകത്ത് നമ്മൾ നോക്കിയാൽ ഗ്രീക്ക് ലാംഗ്വേജ് ആണ് അദ്ദേഹത്തിന് കൂടുതൽ വഴങ്ങുന്നത്. പക്ഷെ പൗലോസ് ഒരു യഹൂദനായിരുന്നു, പൗലോസ് ഒരു റോമൻ സിറ്റിസൺ ആണ്. നിങ്ങൾ ആ 22 അപ്പോസ്തല പ്രവൃത്തി 22:28 ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു എന്ന്. അപ്പൊ റോമൻ പൗരത്വത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. റോമൻ സിറ്റിസൺ ആണ്. അപ്പം ഗ്രീക്ക് കൾച്ചറിൽ ജീവിച്ച മനുഷ്യൻ, ജനനം കൊണ്ട് ആരായിരുന്നു? യഹൂദനായിരുന്നു. ജീവിച്ചത് റോമൻ അല്ലെങ്കിൽ ഗ്രീക്ക് കൾച്ചറിനകത്ത്. പക്ഷെ റോമ പൗരത്വം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ പൗലോസ് എന്ന ആള് ഒരു ഡിഫറെന്റ് ലെവലിനകത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം യഹൂദൻ മാത്രമല്ല, അദ്ദേഹം ജാതിയെ അംഗീകരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജാതീയ പശ്ചാത്തലത്തിൽ വളർത്തപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. ഇനി വീണ്ടും ഈ പൗലോസിന്റെ വിദ്യാഭ്യാസം കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം യഹൂദ പശ്ചാത്തലവുമായി ഭയങ്കര ബന്ധപ്പെട്ടതാണ്. അവിടെയാണ് അദ്ദേഹത്തെ ഗില്ലേലിന്റെയും ഗമാലിയേലിന്റെയും പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണത്തെക്കുറിച്ച് ഭയങ്കര ഡീപ്പായിട്ട് പഠിച്ച ഒരാള് ആണ് പൗലോസ് എന്നുള്ളത് നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ക്രിസ്ത്യാനിത്വത്തിന്റെ നോക്കി കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനിത്വത്തെ രണ്ടാമത്, അല്ലെങ്കിൽ ഫസ്റ്റ് നിരയിൽ നിൽക്കുന്ന അപ്പോസ്തോലന്മാർ കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഫൗണ്ടർ എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്ന ആളും അപ്പോസ്തലനായ പൗലോസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഈ ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. കാരണം ജനനം കൊണ്ട് ഒരിടത്തും, ജീവിക്കുന്ന കൾച്ചർ മറ്റൊരു കൾച്ചറിലും അങ്ങനെ ജീവിച്ച് വരുന്ന ഒരു മനുഷ്യനെ വിളിക്കുന്ന പേരാണ് ഡയസ്പോറ ജൂ, അല്ലെങ്കിൽ ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ വിളിക്കുന്ന പേര് അദ്ദേഹം ഒരു ഡയസ്പോറ എന്നുള്ള വാക്കിനകത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹെലനിസ്റ്റിക് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ്, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് കൾച്ചറിൽ ജീവിക്കുന്ന ഒരാളാണെന്നാണ് നമ്മുടെ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ഈ ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അദ്ദേഹം ഒരു ഹെലനിസ്റ്റിക് കൾച്ചറിനകത്ത് താല്പര്യമുള്ള ആളായതുകൊണ്ടാണ്, എന്നുവെച്ചാൽ വേറൊരു കൾച്ചറിൽ ജീവിച്ച് വളർന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പൗലോസ് എവിടെ പോകുന്നത്? ട്രാവൽഡ് കൊരിന്ത്യ, തെസ്ലോനിക്ക, ഫിലിപ്പിയ, എഫസോസ്, കൊലോസി, ഇവിടെ എല്ലാം പൗലോസ് പോയി മിഷണറി വർക്ക് ചെയ്യുന്നതിന്റെ റീസൺ എന്താണ്? തനിക്ക് ആ കൾച്ചറുമായി ബന്ധപ്പെട്ട് തനിക്ക് ഭയങ്കര ഡീപ്പ് നോളജ് ഉണ്ടെന്ന്. എന്താണ് ആ കൾച്ചർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു എംപയർ എന്ന് പറയുന്നത് ഗ്രീക്കാണ്. ഗ്രീക്കിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നു. റോമൻ എംപയർ തുടങ്ങി, അല്ലെങ്കിൽ റോമൻ എംപയർ ഏതാണ്ടൊക്കെ ഒരു വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഗ്രീക്കിന്റെ ആധിപത്യം അങ്ങനെ അവസാനിച്ചിട്ടില്ല. ഗ്രീക്ക് എല്ലായിടവും വളരെ ശക്തമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആ ഒരു കൾച്ചറിനകത്ത് വളർത്തപ്പെട്ട ആളാണ് ആര്? പോൾ എന്ന് പറയുന്ന നമ്മുടെ ഓഥർ, അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഈ ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കാര്യം കുറച്ചുകൂടെ നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയണമെന്നില്ല, പക്ഷെ ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ. അപ്പൊ ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിങ്ങനെയാണ്: ഒരു കൾച്ചറിൽ ജീവിക്കുക, ജനിക്കുക, മറ്റൊരു കൾച്ചറിൽ വളരുക, വേറൊരു ഒരു വെച്ചാൽ ഏത് കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സുള്ള വ്യക്തിയായി മാറിയത് എന്തുകൊണ്ടാണ് പൗലോസ്? ഒറ്റ കാരണമാണ്, അത് ഇങ്ങനെ ജീവിച്ചത് കൊണ്ടാണ്. ഇപ്പൊ പത്രോസിനെ നോക്കിയ പത്രോസ് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി യഹൂദനായതുകൊണ്ടാണ്, യഹൂദന്മാരിൽ ഒരു രക്ഷ എന്നുള്ള നിലയിലാണ് പത്രോസ് ഏറ്റവും കൂടുതൽ തന്റെ ശുശ്രൂഷകളെ ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ അതിനുശേഷം കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേന് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ വരുമ്പോഴത്തേന് പത്രോസ് തന്റെ തോട്ട് മാറ്റുന്നുണ്ട്. യഹൂദന്മാർക്ക് മാത്രമല്ല ജാതികളിലേക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷ ഉണ്ടാകണമെന്ന് ചിന്തിച്ച് അങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ പൗലോസിന്റെ മിനിസ്ട്രി അങ്ങനെയല്ല. പൗലോസ് മിനിസ്ട്രി തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ താൻ ജാതികളുടെ ഇടയിലേക്ക് മിഷനുമായിട്ട് പോകാൻ തന്നെ പ്രേരിപ്പിച്ച ഒറ്റ ഘടകം ഇതാണ്: തനിക്ക് ഗ്രീക്ക് കൾച്ചറിനകത്ത് താൻ കൂടുതൽ വളർന്നത്. കാരണം തനിക്ക് അങ്ങനെ അല്ലെങ്കിൽ ഇന്ന മതമെന്നോ ഇന്ന പശ്ചാത്തലമെന്നോ തനിക്ക് ചിന്തിക്കാൻ കഴിയത്തില്ലായിരുന്നു. താൻ ജീവിച്ചതും വളർന്നതുമെല്ലാം ഒരു ഡിഫറെന്റ് കൾച്ചറിലായതുകൊണ്ട്. ഇപ്പൊ പോളിനെ സംബന്ധിച്ചിടത്തോളം പോള് ജനിച്ചത് ഒരു യഹൂദനായിട്ടാണ്. ഇനിയിപ്പോ നമ്മൾ അദ്ദേഹത്തിന്റെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ യഹൂദ കൾച്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കും. പക്ഷെ ഈ ഗ്രീക്ക് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വളർച്ച മുഴുവനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെല്ലാം ആ ഒരു ഗ്രീക്ക് റിലേറ്റഡ് ആയിട്ടുള്ള തന്റെ ജീവിതത്തെ കുറിച്ചാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ആ ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ. വീണ്ടും നമുക്ക് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലായി ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്? വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെങ്കിലും ഒന്ന് പറയാം. ജനിച്ചത് ഒരു കൾച്ചറിൽ, ആ വളർന്നത് വേറെ ഒരിടത്ത്, പിന്നെ അതുകൊണ്ട് നാളെ ഇനി സമയത്ത് പൗലോസിന് റോമാ പൗരത്വം ഉണ്ടെന്ന് പറയുമ്പോഴത്തേന് പുള്ളി റോമനായിരുന്നു. അത് പുള്ളി റോമനല്ലല്ലോ, പുള്ളി യഹൂദനല്ലേ എന്ന് ചിന്തിക്കരുത്. മനസ്സിലായോ? പുള്ളി റോമാ പൗരത്വം ഉള്ള ആളാണ്. പുള്ളി ഗ്രീക്കിന്റെ കൾച്ചറുമായി ഭയങ്കര കണക്റ്റഡ് ആയി കിടന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ യഹൂദ ബന്ധവുമായി ഭയങ്കര യഹൂദനായി ജനിച്ച് യഹൂദനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു തോട്ട് ഉണ്ടാകുക. രണ്ട്, ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് പെട്ടെന്ന് കയറാം. സമയം കാണത്തില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഓക്കെ. ഈ പൗലോസിന്റെ യഹൂദ പശ്ചാത്തലത്തെ കൂടുതൽ പഠിപ്പിക്കുന്നത് എവിടാന്നറിയാമോ? എവിടാ? വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങൾ ചോദിക്കുന്ന പൗലോസ് യഹൂദനാണോ എന്നുള്ളൊരു ചിന്തയാണെന്ന് തോന്നുന്നല്ലോ നിങ്ങൾക്ക്, അല്ലേ? പൗലോസിന്റെ യഹൂദ പശ്ചാത്തലത്തെ കുറിച്ച് കിടക്കുന്നത് ആക്സ് 22:3. പെട്ടെന്ന് നേരത്തെ ആക്സ് 22:3, ഫിലിപ്പിയർ 3:4 മുതൽ 6 വരെ. അതിലൊന്ന് വായിക്കാമോ? ഞാൻ കിലിക്കയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ആ ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകയാൽ നിങ്ങൾ എല്ലാവരും ഇന്നിരിക്കുന്നത് പോലെ സേവയിൽ എരിവുള്ളവനായിരുന്നു. അതെ. അപ്പം പൗലോസിന്റെ ഒരു യഹൂദ പശ്ചാത്തലത്തെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് അത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. അതിനേക്കാൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പൗലോസിന്റെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലം മനസ്സിലാക്കാൻ ഫിലിപ്പിയ ലേഖനം 3:4, 5, 6 വാക്യങ്ങളാണ്. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും
ആ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ആ അടുത്ത വാക്യം പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവിടെ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ശ്രദ്ധിച്ചു കേട്ടോണം. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. എനിക്കധികം. യെസ്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ശ്രദ്ധിച്ചോണം. 1, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. ഇസ്രായേൽ ജാതിക്കാരൻ, 2, ഇസ്രായേൽ ജാതിക്കാരൻ. ബെന്യാമിൻ ഗോത്രക്കാരൻ, 3, ബെന്യാമിൻ ഗോത്രക്കാരൻ. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, 4, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, 5, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, അനന്യൻ. ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനന്യൻ. മനസ്സിലായോ? പൗലോസിന്റെ ഒരു 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 ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഞാനൊരു യഹൂദനാണ് എന്ന് പൗലോസ് ഭയങ്കരമായിട്ട് തെളിയിക്കാൻ ശ്രമിക്കുക. ഞാൻ യഹൂദനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ യഹൂദന്മാരാണെന്ന് ഫിലിപ്പേ സഭയുടെ ഏറ്റവും ഏറെക്കുറെ ഒരു പ്രശ്നം ഇതൊക്കെ തന്നെ ആയിരുന്നു. മനസ്സിലായോ? അത് നമുക്ക് അവിടത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ പൗലോസ് പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അതിനേക്കാൾ അധികം ഉണ്ട് പറയാൻ. നിങ്ങൾ അഭിമാനപ്പെടുന്ന, നിങ്ങൾ അഭിപ്രായപ്പെടുന്ന ഏത് കാര്യത്തെക്കാളും ഒരു പടിയും കൂടെ മേളിൽ എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ പുള്ളിയുടെ ഒരു ചരിത്രം അങ്ങോട്ട് അങ്ങ് വിവരിക്കുക, ഞാൻ യഹൂദനാണെന്നുള്ളത് പുള്ളി അങ്ങ് തെളിയിക്കുക. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് പുള്ളി പറയുന്നത്, ഞാൻ തർസോസിലാണ് ജനിച്ചത്. ഓക്കെ. അതിനുശേഷം പുള്ളി പറയുന്നത്, ഞാൻ തർസോസിലാണ് ജനിച്ചത്, റോമ പൗരത്വമുള്ള ആളാണ്, അതുപോലെ തന്നെ റോമൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണ്. അതിനേക്കാൾ കൂടുതലാണ് ആ വാക്യങ്ങളൊന്നും വായിച്ച് 4-ന്റെ 5-ഉം 6-ഉം. ഫിലിപ്പിയനാണോ? ഫിലിപ്പിയർ. എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ ഒന്നാമത്തെ യഹൂദന്റെ ക്വാളിറ്റിയാണ് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ ആള്. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ട്രൈബ് ഓഫ് ബെഞ്ചമിൻ. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ഇത് പറയാണ്, ഞാൻ പ്രോസിക്യൂട്ടർ ആയിരുന്നു, ചർച്ചിനെ പ്രോസിക്യൂട്ട് ചെയ്ത ആളാണ്. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പുള്ളി പറയുന്നത് മുഴുവൻ പുള്ളിയുടെ ഒരു യഹൂദ പശ്ചാത്തലത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം എന്താണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഈ എന്തൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് യഹൂദ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അറിയാമോ? അറിയത്തില്ല. നമുക്ക് അടുത്ത ആഴ്ചകളിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് പോവാം. അപ്പൊ അടുത്ത ആഴ്ചയും കൂടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചും കൂടെ ഈ ഈ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടും ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടും ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാൻ ഞാൻ താല്പര്യം കാണിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി തൽക്കാലം ഞാൻ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒത്തിരി കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഹെലനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും ആ ബാക്ക്ഗ്രൗണ്ടിനകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നതും പൗലോസിന്റെ ലൈഫിനകത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളതും നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പം ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ന് പഠിച്ചില്ല, പക്ഷെ പഠിച്ചത് ഇത്രേ ഉള്ളൂ. ഒരു യഹൂദ ബാക്ക്ഗ്രൗണ്ടിലുള്ള, അല്ലെങ്കിൽ ഒരു യഹൂദനായി ജനിച്ച ഒരു മനുഷ്യൻ, ജനിച്ചത് യഹൂദ പശ്ചാത്തലത്തിൽ, ജീവിക്കുന്നത് ഗ്രീക്ക് പശ്ചാത്തലത്തിൽ, റോമൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം കർത്താവിനെ അറിയുകയാണ്. അപ്പം അവിടുന്ന് പിന്നെ അങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഴുവൻ എങ്ങനെയാണ് സുവിശേഷം ലോകരാജ്യങ്ങളിലേക്ക് എത്തുന്നത്, അതിന് കാരണമായ റീസൺ എന്താ, എന്തുകൊണ്ടാണ് പൗലോസിന് ആ വിഷൻ ഉണ്ടായത്? നിങ്ങളൊന്ന് ചിന്തിച്ചേ, പൗലോസ് സാധാരണ അപ്പോസ്തലന്മാരെ പോലെ ഇരിക്കാൻ അദ്ദേഹത്തിന് പ്രേരിതമാകുന്നില്ല. ഈ ബർണബാസുമായിട്ട് പൗലോസ് ഭയങ്കര വാക്തർക്കം ഉണ്ടാവുന്നുണ്ട്. എന്താ കാരണം? ബർണബാസ് പറഞ്ഞത് നമുക്ക് അന്ത്യോക്യയിലേക്ക് തിരിച്ചു പോവാം. ബർണബാസിനോട് തിരിച്ചു പറഞ്ഞു, ഇല്ല, എനിക്ക് റോമിൽ പോകണം, റോമിൽ ചെന്ന് നിൽക്കണം, അതാണ് എൻ്റെ ആഗ്രഹം.
ഇപ്പൊ ഈ വാക്കുകളൊക്കെ പൗലോസിനെ കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ചത് യേശു ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവരും അറിയണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ യേശുവിന്റെ സ്നേഹം എല്ലാവരും അറിയണം എന്നുള്ളത് എന്തുകൊണ്ടാണ് പൗലോസിന് തോന്നിയെന്ന് പറഞ്ഞാൽ താൻ ജീവിച്ചു വളർന്നു വന്ന ചുറ്റുപാടാണ് അതിന്റെ കാരണം. മനസ്സിലായോ? നമുക്കിപ്പോഴും മലയാളികൾ മാത്രം മതി നമ്മുടെ ആരാധനയ്ക്ക് നമുക്ക് തോന്നുന്നത് എന്താ? ഹലോ, മലയാളികൾ മാത്രം മതി നമുക്ക് എന്ന് നമുക്ക് തോന്നുന്നതിന്റെ റീസൺ വേറൊന്നുമല്ല. നമ്മൾ മലയാളം കൾച്ചറിനകത്താണ് ജീവിക്കുന്നത്. നമുക്ക് മലയാളത്തിനകത്ത് പാട്ടേ പറ്റത്തുള്ളൂ, മലയാളത്തിനകത്ത് കയ്യടി, മലയാളത്തിനകത്ത് അന്യഭാഷ, മലയാളം രീതിയിൽ നമ്മൾ അങ്ങനെ പോകുന്ന ആ ഒരു കൾച്ചറാണ് നമുക്ക് ഓക്കെ. നമ്മളിപ്പോ ഈ സാധാരണ രീതിയിൽ നമ്മളൊരു ഇംഗ്ലീഷ് വർഷിപ്പിന് ചെന്നിട്ട് നമുക്ക് തൃപ്തിയില്ലാതെ ഇപ്പൊ പ്രോപ്പർ ഇംഗ്ലീഷുകാരുടെ ആരാധനയ്ക്ക് ചെന്നിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ പറയുന്നത് ആരാധന ഒരു സുഖമില്ല. അതെന്താ കാരണം? നമ്മളെ കൾച്ചറുമായിട്ട് പറ്റുന്നില്ല, നമുക്ക് ആ കൾച്ചറുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. പക്ഷെ പോളിനെ സംബന്ധിച്ച് പോൾ എവിടെ ചെന്നാലും പുള്ളി കർത്താവിനെ പ്രസംഗിക്കുക എന്നുള്ള ഒരു ഭയങ്കര വിഷൻ തനിക്കുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് താൻ ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന ചുറ്റുപാട് തന്നെ ഒത്തിരി സ്വാധീനിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിലോ നമ്മൾ ഈ മലയാളത്തിനകത്താണ് ഇരിക്കുന്നത് ഇന്നും. പക്ഷെ നമ്മുടെ തലമുറയുടെ കാലഘട്ടങ്ങളിലെങ്കിലും അവർ ഇംഗ്ലീഷുകാര്, സ്പാനിഷുകാര്, ഡിഫറെന്റ് ലാംഗ്വേജിലുള്ള ആൾക്കാരെ നേടാൻ കഴിയുന്ന ഒരു വലിയ ദർശനം നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് ഇട്ടു കൊടുക്കണം. കാരണം UK വന്നിട്ട് നമ്മൾ UK മലയാളികളെ മാത്രം നോക്കി നമ്മുടെ ലിമിറ്റേഷൻ അതാ, നമ്മൾ പഠിച്ചു വന്ന രീതി അതാ അല്ലേ? നമ്മൾ പഠിച്ചു വന്ന നമ്മുടെ ഇത് റെക്കോർഡിംഗ് ആണോ? നമുക്കുള്ള റെക്കോർഡിംഗ് ആണോ? നമ്മൾ ഒത്തിരി അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മുടെ ഒരു 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 കൾച്ചറിനകത്ത് നിന്ന് നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലുള്ള കൾച്ചറും കാര്യങ്ങളും ഒക്കെ വിട്ട് നമുക്ക് കർത്താവിന്റെ സ്നേഹം രാജ്യങ്ങളിലേക്കും ദേശങ്ങളിലേക്കും മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.